ഞങ്ങൾ വീണ്ടും വന്നു ഇന്ന് നമ്മള് കില്ലർ ഒരു പരിപാടിയാണ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സിനിമ കാണാൻ പോവാ. ഇന്ന് അക്കടൂന് എന്താ നിനക്ക് അവധി? എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്കും അറിയത്തില്ല. എന്ത് ജയന്തി? അല്ലല്ലോ എന്നല്ലല്ലോ, അത് കഴിഞ്ഞിരുന്നു. ഓ ഓക്കെ. അപ്പൊ അക്കടൂന് അത് കാരണം അവധിയാണ്. അക്കടും അവധി കാരണം ഇന്ന് വൈകിട്ട് അക്കടൂന് ഒരു പ്ലാൻസും ഇല്ല. അപ്പൊ നമ്മള് നേരെ എന്ത് വിചാരിച്ചു, എന്നാ സിനിമ കാണാൻ പോകുന്ന വിചാരിച്ചു. അതുകൂടാതെ ഫുഡ് അടി ഉണ്ട്, കുറെ കലാപരിപാടികൾ. ഫുഡ് അടി ഉണ്ട്. അക്കടൂനാണ് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഇന്നൊരു കില്ലർ ഫുഡൊക്കെ വാങ്ങിക്കാൻ പോണ. കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അക്കടൂന് അറിയത്തില്ല എന്റെ പൊന്നെ, പാവം കുട്ടിയായിട്ട്. അപ്പൊ നമ്മളിതേ കാറൊക്കെ എടുത്ത് നേരെ ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി. അപ്പോഴാണ് വ്ലോഗ് എന്നാ എടുത്തേക്കാം, നിങ്ങൾക്കും കൂടെ കാണാനും ഒരു സന്തോഷമില്ല. പിന്നെ നമുക്ക് മൂവിയുടെ ഒരു എങ്ങനെയാണ് മൂവി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പോകുന്നത്. വാഴ. അപ്പൊ നീ വാഴയാന്നല്ലോ. അല്ല ചുമ്മാ. അപ്പൊ എന്താ നമ്മളപ്പോ അങ്ങനെ സിനിമ കാണാൻ പോകണം. ആദ്യം നമ്മളപ്പോ ഫുഡ് അടിക്കാനാ പോകുന്നത്. എന്താ ഫുഡ് വേണ്ടേ നിങ്ങൾ പറയും? തോംസൺ കാസയിൽ പോവാം. തോംസൺ കാസ വേണം ബർഗർ പ്ലാനറ്റ്. ഓക്കെ. അപ്പം ബർഗർ ഒന്നും വേണം. കണ്ടോ എന്റെ പിള്ളേർ എന്ത് നീറ്റ് പിള്ളേരാണ്. അതെന്നെ കൂട്ടാതെ കഴിച്ചു. എന്നെ കൂട്ടിയിട്ടില്ല. ആ അക്കടൂനാണേലും ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഫാൻസ് ഒക്കെ ഉണ്ടോ? സ്കൂളില് ഫാൻസ് ഒക്കെ ഉണ്ടോ? അക്കടൊന്നും പുറത്തു പറയാറില്ലാത്തതാണ് നമുക്കറിയാം. ഞാൻ ചുമ്മാ ഇപ്പൊ ചോദിച്ചാട്ടോ, വ്ലോഗിൽ ഇങ്ങനെ ആകുമ്പോൾ അവള് പറയുള്ളൂ. ആ നാണവും കാണാലോ. അപ്പൊ നമ്മള് നേരെ അപ്പൊ തോംസൺ കാസയിലോട്ട് പോവാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചിങ്ങോട്ട് ഇറങ്ങി. അപ്പോഴാണ് എന്നാ പിന്നെ ഓർത്ത ഈ വാഴയുടെ നമുക്കൊരു റിവ്യൂ ഇടാം. അതേപോലെ നമുക്ക് റിവ്യൂസ് ഒന്നുമില്ല, അഭിപ്രായം പറയും. ചെറുത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ പടം കണ്ടിട്ട് സാധാരണ ആൾക്കാരെ പോലെ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് സാധാ മനുഷ്യന്മാരാണ്. അപ്പൊ നമ്മൾ നേരത്തെ വാഴ കാണാൻ വേണ്ടി പോകുന്നു. സോറി, തോംസൺ കാസയിലേക്ക് പോകും. പോയി. തോംസൺ കാസ എന്നുള്ള നമ്മുടെ സ്വപ്നം വളരെ ബാഡ് ആയിട്ട് പോയിരിക്കുകയാണ്. കാരണം വണ്ടി എടുത്താൽ പോലും വണ്ടി വെക്കാൻ സ്ഥലമില്ല. അത് കാരണം നമ്മളിത് നേരെ ഇവരെ നവ്യ പാസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നല്ല അടിപൊളി സ്ഥലം. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുവന്നിട്ടില്ല. അതപ്പോ നമുക്ക് പിടിക്കും. നല്ല കപ്പിൾസ് ഒക്കെ ആയിട്ട് വരാനായാലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരാനാണെങ്കിലും നൈസ് ആയിട്ടുള്ള സ്പോട്ടാണ് തൃശ്ശൂരുള്ള. അപ്പൊ മസ്റ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടതാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞങ്ങൾ നോക്കിയിട്ട് പറയാം. ഗൈസ്, അപ്പം അതാണ് നവ്യ പാസ്ട്രീസ് വരുന്നത്. ഇത് കറക്റ്റ് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടാട്ടോ വരുന്നത്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് നമ്മുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ആ വഴിക്കാണ് വരുന്നത്. എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ. ഓ അപ്പൂന്റെ കാല് വയ്യ കേസ്, ഞാനത് മറന്നു ഈ പ്രാവശ്യം പറയാം. എന്തായാലും ശരിയായിട്ടില്ല കേസ്. എന്നാലും കുറച്ചുകൂടെ നടത്തുമൊക്കെ സെറ്റ് ആയിട്ടുണ്ടേ. വണ്ടി ഇടിക്കും, കൈ പിടിക്കക്കിടും. അക്കിടും അത് കെയറിങ് അല്ലേടാ, കെയറിങ് ആയിട്ടുള്ള ബ്രദർസ്. ഓ നല്ല ചേട്ടൻ, ഒരു ഹൈഫൈ കൊടുക്കാം. അപ്പൊ നമുക്ക് അകത്തോട്ട് കേറിയിട്ട് വീഡിയോ എടുക്കാം. യൂട്യൂബിൽ നമ്മുടെ ഫാൻസിനെ കണ്ടിരിക്കുകയാണ്. അപ്പൂന്റെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു, കോളേജ് ഫ്രണ്ടാണ്. അതെ, എന്താണ് പേര്? അപ്പൊ ദില്ലേനെ കണ്ടിരിക്കുകയാണ്. തക്കടും ഞങ്ങള് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിറങ്ങിയതാ. ഞാനങ്ങനെ അതേ ഓർഡറൊക്കെ ഇവര് പോലും ഓർഡർ എടുക്കാൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓർഡർ എടുത്തു. എന്റെ ഫ്രണ്ടിനെ കണ്ടോ? അപ്പു വേണേ ഇവിടെ നിന്ന് വരുന്നേ ഇല്ല. അല്ല, അപ്പു വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇവരിങ്ങനെ ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ പോയതില്ല. ബൈ. അങ്ങനെ ചിക്കൻ സാൻഡ്വിച്ചും ബീഫ് സാൻഡ്വിച്ചും നമ്മൾ പറഞ്ഞത് അത് രണ്ടും വന്നു. അക്കുറൊക്കെ വന്ന പാടെ സ്റ്റാർട്ടിങ് ചെയ്തു. വീഡിയോ എടുക്കാൻ പോലും സമയത്തിരുന്നത്. അപ്പു ലൈക്ക്, ക്യാമറ ഓണൊക്കെ ചെക്കൻ ലൈക്കാ. എന്നാ പറയാ, നമ്മൾ അങ്ങനെ അതേ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കില്ലർ ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡല്ലായിരുന്നു അക്കുറു? അപ്പു കേട്ടോ ഫുള്ള് കഴിച്ചേ. അതെ, ആരാ കഴിച്ചത്? അല്ലല്ല, ഞാൻ നോക്കുമ്പോഴേ നമ്മളാണെങ്കിൽ അവിടെ നീറ്റായിട്ട് ഒരു ചെറിയ പീസ് കടിക്കില്ല. അപ്പൂടിന്റെ വായിലാണ് രണ്ടെണ്ണോ. അത് ഞാൻ പിന്നെ അത് എടുത്തില്ല. അതേ ഉള്ളു കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ശോഭയെ പോയപ്പോഴും ഇതേ സീൻ കണ്ടോ. ഇതിപ്പോ വ്ലോഗ് എടുക്കുന്ന കാരണം നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം ആരാ ഫുഡ് അടിക്കുന്നതെന്നും ആരാ ഇതെന്നൊക്കെ. അയ്യോ, അതെ, ഞാനും അപ്പവും കൂടി ഇങ്ങനെ സംസാരിക്കായിരുന്നു. ഇങ്ങനെ മറ്റേ നമ്മുടെ റോമൻഡലിന്റെ ഓരോ സ്റ്റോറിയും നമ്മുടെ സിനിമാക്കാരുടെ ഓരോ സ്റ്റോറികളും പറഞ്ഞ് നിൽക്കല്ലാതെ സാധനം കഴിഞ്ഞു. എന്നാലും നമുക്ക് എന്തൊക്കെയോ കിട്ടി ഗൈസ്. കിട്ടിയില്ലെന്ന് പറയുന്നില്ല. അതെ, 2 ചെറിയ 3 ബൈറ്റ് നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. അക്കടു
എന്തോ ഇച്ചിരി കിട്ടി എന്ന് പറയാം. വെച്ചുവാണ് എന്റെ അടുത്ത് നീ ബീഫിന് ട്രൈ ചെയ്തു. ഞാൻ നോക്കൂ ബീഫ് ഇല്ല. ബീഫ് തീർന്നു. സ്റ്റീക്ക് ബീഫ് സീൻ സാധനമായിരുന്നു. എന്തായാലും ഇവിടെ ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സ്ഥലമാട്ടോ. ഞാൻ പറയുന്നത് സൂപ്പർ കൊള്ളാല്ലേ. നൈസായിരുന്നു. ഐസ് ടീ ലെമണിന്റെ ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇന്ന് വന്നില്ല. പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ നൈസായിരുന്നു. ദാറ്റ് ഈസ് ഗുഡ്. അത് കലക്കി. ഇനി വാഴയിലോട്ടാണ് നമ്മൾ വാഴ സമയം കിട്ടിയില്ല. ആരും വാച്ച് കേട്ടിട്ടില്ല. അപ്പൊ സൂപ്പർ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം സമയം 8:40 സമയം 9 മണിക്കായിട്ട് ഷോ. 9 മണിക്ക് ഷോ. അപ്പൊ നമ്മളിതേ നേരെ രാംദാസ് തിയേറ്ററിലോട്ട് പോവാണ്. MG റോഡുള്ള രാംദാസ്. പൊന്നെ ഇന്റർവെല്ലായി സീൻ പടട്ടോ. ചിരിച്ചാണ് ചത്തു പോവാ. അക്കടൂരൊക്കെ ആണെങ്കിൽ ചിരിച്ചിട്ടുണ്ട്. പൊന്നെ ഒന്നും പറയാൻ കഴിഞ്ഞു ഗൈസ്. പടം കൊള്ളാട്ടോ. നൈസ് പടം. സെക്കൻഡ് ഹാഫ് കുറച്ച് നമ്മളെ വിഷമിപ്പിച്ചു. അക്കട് കരഞ്ഞു ഗൈസ്. അക്കട് കരഞ്ഞു. എന്റെ കണ്ണിൽ അങ്ങനെ വെള്ളമൊന്നും വന്നില്ലെങ്കിൽ എനിക്ക് വിഷമമായി. എവിടേക്കോ അത്രയും ചുമന്നിട്ടൊന്നുമില്ല. എന്റെ പൊന്നെ ഞാൻ അപ്പൂനെ നോക്കുമ്പോൾ അപ്പൂന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ല. അക്കടു നീ കണ്ടില്ലേ? നമ്മുടെയൊക്കെ ഒരു അവസ്ഥകളും ഞാൻ അവിടെ എവിടെയൊക്കെ കണ്ടു. സ്കൂൾ ലൈഫൊക്കെ നമ്മുടെ തന്നെ കേട്ടോ. അതായത് നമ്മുടെ വെച്ച എന്റെ പൊന്നെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ എന്റെ ബാല്യകാലത്തുള്ള ഒരു വ്ളോഗ് നമുക്ക് വേണേ ചെയ്യാം. അച്ഛനും അമ്മയുടെ ഒക്കെ ഞാൻ ഈ പടം കണ്ടപ്പോ ആലോചിച്ചു. ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് എത്താനേ ഇവർക്കൊക്കെ സമയം ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവന്റെ ആണെങ്കിലും ഒരു 8ാം ക്ലാസ് ആ സമയത്തൊക്കെ അങ്ങനത്തെ കുറെ സീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആര് വണ്ടി ഇവിടെ നിർത്തിയിട്ട് കാരണം ചെറിയൊരു ബ്ലോക്ക് പെട്ടെന്ന് വീഡിയോ കട്ടിന്റെ വന്നു. അതല്ല ആ കാര്യം ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. സൈഡുകൾ ചേർത്ത് വെച്ച ആൾക്കാർ ഓർത്തത് വേറെ എന്താ പ്രാന്തമാരാന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ലൈറ്റ് അതായത് ഇതുണ്ട് ഫോൺ വെച്ച് ഇങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിച്ച് വെക്കുന്നതാറേ പരിപാടിയല്ലേ വിഷയം. നിങ്ങൾക്ക് വേണ്ടി ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമ്മളിത് ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ തല്ലി അടിച്ച് പൊട്ടിച്ച് കളകായി. അയ്യോ വേറൊരു കാര്യം കൂടെ, ഇങ്ങനത്തെ മൂവി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടോ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇനി മൂവിയൊക്കെ കാണാൻ പോകുന്ന വ്ളോഗ് എടുക്കാലോ. നമ്മുടെ റിവ്യൂ ആണെങ്കിൽ നമുക്ക് കേൾക്കുമ്പോ ഒരു ഐഡിയ കിട്ടൂലോ. അല്ല ഏകദേശം ഒക്കെ എന്തെങ്കിലും. അതെ. അപ്പൊ അടുത്ത് പൊട്ടിക്കുക ഗൈസ്. ബൈ ബൈ.